കുടുംബശ്രീ സ്ത്രീകളുടേത് മാത്രമാണോ? ഇപ്പോൾ അതെ. പക്ഷേ കുടുംബശ്രീയിൽ പുരുഷന്മാർക്കും അംഗത്വം നൽകാനായി നിയമാവലിയിൽ ഭേദഗതി വരുത്തി സംസ്ഥാന കുടുംബശ്രീ മിഷൻ ഒരുങ്ങുകയാണ്. പ്രത്യേക അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിൽ 40% പുരുഷന്മാരെയും ഉൾപ്പെടുത്താം. അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളായ ഭിന്നശേഷിക്കാർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, എയ്ഡ്സ് രോഗികൾ, ട്രാൻസ്ജെൻഡർ, വയോജനങ്ങൾ തുടങ്ങിയവർക്കായാണ് പ്രത്യേക അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നത്. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ സംഘങ്ങളുണ്ടെങ്കിൽ പ്രത്യേക ADSം രൂപീകരിക്കും. ഇത് സംബന്ധിച്ചുള്ള കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ബൈലോ ഭേദഗതി ചെയ്ത തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യവും. SC/ST വിഭാഗക്കാരെയും തീരദേശ മേഖലയിലെ കുടുംബങ്ങളെയും നിർബന്ധമായി അയൽക്കൂട്ടങ്ങളിൽ ചേർക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അയൽക്കൂട്ടാംഗങ്ങൾ അല്ലാത്ത ഏകദേശം 20 പേരടങ്ങുന്ന യുവതികളുടെ കൂട്ടായ്മയായ ഓക്സിലറി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും നിയമാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അംഗങ്ങളുടെ മാനസിക ഉല്ലാസം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇടമാക്കി കുടുംബശ്രീയെ മാറ്റുക എന്നതാണ് ലക്ഷ്യങ്ങൾ. കുടുംബശ്രീ വിലയിരുത്തൽ സമിതിയെ CDS സംയോജന വികസന സമിതി എന്ന പേര് മാറ്റുകയും ചെയ്തിട്ടുണ്ട്.